ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹകരങ്ങൾ പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അവൻ നമ്മെ സ്നേഹിച്ചു. പുണ്യ സ്മരണാർഹനായ ഫ്രാൻസ് പാപ്പയുടെ ആ തിരുഹൃദയ സ്നേഹോജ്വലമായ തിരുവെഴുത്ത് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഇവിടെയെല്ലാം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ തിരുമുറിവിലെ തിരുച്ചോരത്തുള്ളികളും തിരുജലവും നമ്മെ വിശുദ്ധീകരിച്ച് ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നു. ഈ മൂന്നാം എപ്പിസോഡിൽ കടന്നു പോകുമ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ, ഈ തിരുവെഴുത്തിൻ്റെ മൂന്നാം അധ്യായം നമ്മൾ മനനം ചെയ്യുകയാണ്. സ്നേഹധനായ അച്ഛനും പ്രിയപ്പെട്ട സിസ്റ്ററും നമ്മുടെ കൂടെയുണ്ട്. ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒന്നുചേരാം. ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററെ, നമ്മൾ ഈ മൂന്നാം അധ്യായത്തിൽ ഈശോ അത്യധികം നമ്മളെ സ്നേഹിക്കുന്ന ആ തിരുഹൃദയ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ, അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ പ്രതിരൂപം വന്ദിക്കുവാനും ഒക്കെയുള്ള ആഹ്വാനം പാപ്പ തരുന്നത് അത് ഏത് വിധമാണെന്ന് ഒന്ന് വിവരിച്ചാൽ ഏറ്റവും സന്തോഷദായകമാണ്. ഈശോയുടെ ത്രിഹൃദയ രൂപത്തോടുള്ള നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഈശോ എന്ന വ്യക്തിയോട് തന്നെയുള്ള അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രൂപം വന്ദിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് അങ്ങ് ഓർത്തു പോവുകയാണ്. ഈ മാർച്ച് മാസമായാൽ യൗസേപിതാവിന്റെ രൂപം അലങ്കരിക്കുക, പൂക്കൾ അർപ്പിക്കുക, യൗസേപിതാവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ മെയ് മാസമാകുമ്പം പരിശുദ്ധ അമ്മയുടെ രൂപം അലങ്കരിക്കുക, പ്രാർത്ഥിക്കുക. ജൂൺ മാസമാകുമ്പം ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം അലങ്കരിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നിട്ടും ആ കുടുംബത്തിൽ നിന്ന് അതിനുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ആ രൂപത്തെ കാണുമ്പം ആ രൂപത്തിലേക്കല്ല, അതിനപ്പുറമുള്ള ആ വ്യക്തിയിലേക്കാണ് അന്നും ഇന്നും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഈ രൂപത്തെ ഒരിക്കലും ആരാധിക്കുകയല്ല, രൂപത്തെ നമ്മൾ വണങ്ങുന്നു. പക്ഷെ ഈ രൂപം അതിനപ്പുറമുള്ള ഒരു വ്യക്തിയിലേക്ക് നമ്മളെ അങ്ങ് അടുപ്പിക്കുകയാണ്. ആ വ്യക്തിയോടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണെന്നാണ് പാപ്പ പറയുന്നത്. അത് തന്നെയാണ് നമുക്കറിയാം. നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മുടെ അടുത്തില്ലെങ്കിൽ, മരിച്ചുപോയെങ്കിൽ അവരുടെ രൂപം അല്ല അവരുടെ ഫോട്ടോ നമ്മൾ വയ്ക്കുന്നതും അവര് നമ്മുടെ അടുത്തില്ല എങ്കിൽ പോലും അവരോടുള്ള വലിയൊരു അടുപ്പം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ഈ ഈശോയുടെ രൂപം വന്ദിക്കുക എന്ന് പറയുമ്പം അതിനെ പ്രധാനമായിട്ടും പാപ്പ ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രം നിൽക്കാതെ അത് നമ്മളെ നയിക്കേണ്ടത് സജീവനായ ഈശോയിലേക്കാണ് എന്നാണ് പാപ്പ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഈ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടതും ജ്വലിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കാലങ്ങൾക്ക് മുമ്പ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യാവതാരം ചെയ്ത് ബത്ലഹേമിൽ ജനിച്ചവനും ഗലീലയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് ആവശ്യമുള്ളവർക്കെല്ലാം കരുണ പ്രദാനം ചെയ്ത് കടന്നുപോയവനും കുരിശില് എല്ലാം അർപ്പിച്ച് ജീവൻ ഹോമിച്ചവനും എന്നാൽ ഇന്നും ഉദ്ധിതനുമായ ആ കർത്താവിലേക്കാണ് ഈ തിരുഹൃദയത്തിന്റെ രൂപം നമ്മളെ നയിച്ചുകൊണ്ടു പോകുന്നത്. അതുപോലെ ചില സാഹചര്യങ്ങളുണ്ടോ, വേദനയുടെ ചില നിമിഷങ്ങളില് നമുക്ക് പക്ഷേ നമ്മുടെ കർത്താവിനെ ഹൃദയം കൊണ്ട് കണ്ട് ആ ഒരു ആഴത്തിലേക്ക് ഇറങ്ങി ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രതിസന്ധിയുടെ നാളില് എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തില് ഞാൻ വെറുതെ രാത്രിയുടെ യാമങ്ങളില് തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കും. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഏകാന്തത, എന്തോ ഒരു വല്ലാത്തൊരു വേദന നമ്മളെ മതിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഒരു രാത്രി ഈ തിരുഹൃദയത്തിലേക്ക് തന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം ഞാനൊരു സ്വരം കേൾക്കുകയാണ്, ഞാനില്ലേ കൂടെ, എന്തിനാ ഭയപ്പെടുന്നത്. അതൊരു പക്ഷെ എന്റെ തോന്നലാണോ എനിക്കറിയില്ല. ഏതായാലും ഞാനത് കേട്ട് കഴിഞ്ഞപ്പം അന്നോളം ഉണ്ടായിരുന്ന എന്റെ വേദന, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്റെ ജീവിതത്തെ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്ന ആ വേദന എന്നേക്കുമായി എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഓർക്കുകയാ, അങ്ങനെ ഒരു പ്രതിരൂപം നമുക്ക് നമ്മുടെ മുമ്പിൽ ഉള്ളത് നമ്മൾ ഒരിക്കലും അതിനെ ആരാധിക്കുന്നില്ല എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ഒരു ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കാൻ ഈ രൂപങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മെ സഹായിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ
നമ്മൾ ചിലപ്പോഴൊക്കെ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടത്തിലുള്ളവരാണ്, സ്നേഹത്തിലുള്ളവരാണ്, പ്രണയത്തിലുള്ളവരാണെങ്കിൽ അവരുടെ ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കാനായിട്ട് ഒരു പല മാർഗങ്ങൾ ഉപയോഗിക്കും. ഈശോയോടും നമുക്കുള്ള അടുപ്പവും സ്നേഹവും പ്രണയവും ഒക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നത്, പ്രകടിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈശോയുടെ രൂപത്തെ ചുംബിച്ചുകൊണ്ടും ഈശോയുടെ രൂപത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ടും ചിലപ്പോൾ തലകുനിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ആ രൂപത്തിൽ നിന്ന് അതിനപ്പുറത്തേക്കുള്ള സജീവനായ ദൈവത്തിങ്കിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ചിലപ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ വായിച്ചതായിട്ട് ഇപ്പോൾ ഓർക്കുകയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പില് വലിയ പീഡനമൊക്കെ വേദന സഹിച്ചുകൊണ്ട് കടന്ന ഒരു പോളിഷ് വൈദികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും വളരെ അധികം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അതൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ തുണ്ട് കടലാസിൽ എഴുതി അവിടെ എവിടെയായിട്ട് ഒളിപ്പിച്ചു വെച്ചു. ഒരു ദിവസം, അതായത് ക്യാമ്പ് തകർക്കപ്പെട്ട ദിവസം അദ്ദേഹം എഴുതിയ ഒരു കത്തും കണ്ടു കിട്ടുകയാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഇതെന്റെ അവസാനത്തെ കത്താണ്. കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തില് എന്റെ കർത്താവിന്റെ മുറിവുകളുടെ ആഴം ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി എന്റെ വേദനകളെ കുറിച്ച്, ഇനി എന്റെ നൊമ്പരങ്ങളെ കുറിച്ച് എനിക്ക് പരാതിയില്ല. എന്റെ എല്ലാ വേദനകളുടെയും ഉത്തരം ആ മുറിവേറ്റ ഹൃദയം എനിക്ക് തന്നു എന്നാണ് ആ വൈദികൻ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഈ ദർശനങ്ങളും ഈ രൂപങ്ങളും ഒക്കെ നമ്മെ കൊണ്ടെത്തിക്കേണ്ടത് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിങ്കിലേക്കാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈ കാലഘട്ടം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ പ്രതിമാ വണക്കം എന്നുള്ള വിഷയം എടുത്തിട്ട് അത് വളരെ വിശ്വാസികളിൽ പോലും ഇടർച്ച വരുത്തുന്ന രീതിയിൽ, ഒരുപാട് വെല്ലുവിളി ഉണർത്തുന്ന രീതിയിൽ, വിശ്വാസത്തെയൊക്കെ ഒന്ന് ആട്ടി ഉലയ്ക്കാൻ പോരുന്ന രീതിയിൽ തന്നെ ഉള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ സഭയുടെ ധന്യതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ തിരുഹൃദയ സ്വരൂപം അത് പ്രതിനിധാനം ചെയ്യുന്നത് ക്രിസ്തുവിലേക്കുള്ള വഴി തെളിച്ചുകൊണ്ടാണ്. അവിടെ നമ്മൾ കാണുന്നു, ബഹുമാനപ്പെട്ട സിസ്റ്റർ പറയുകയായിരുന്നു, തൻ്റെ ജീവിത നൊമ്പരങ്ങൾ സങ്കീർണമായപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ആ തിരുഹൃദയ രൂപത്തിന് മുൻപിൽ ഇരുന്നപ്പോൾ ഒരു വലിയ സ്നേഹ സാന്ത്വനം, ആശ്വാസം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേവലം മനഃശാസ്ത്രം മാത്രമല്ലല്ലോ. നമ്മുടെ ചാവറ പിതാവും നമ്മുടെ യൂപ്രാസ്യാമ്മയും നമ്മുടെ മറിയം ത്രേസ്യാമ്മയും നമ്മുടെ അൽഫോൻസാമ്മയും ഒക്കെ അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ വ്യക്തമായി കാണുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള, അല്ലെങ്കിൽ ആ തിരുസ്വരൂപത്തിന് മുമ്പിൽ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ ഹൃദയപൂർവ്വം നിഷ്കളങ്കമായി ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഹൃദയ സ്നേഹ സാന്ത്വനവും ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ഒഴുക്കിലും. പ്രിയരെ, അതുകൊണ്ട് പാപ്പ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അത് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അത് ക്രിസ്തുവിന്ന ആഴങ്ങളിലേക്ക് നിങ്ങളെ വളർത്തണം. അതാണ് പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. ആയതിനാൽ നമ്മുടെയൊക്കെ ഈ വണക്കം എന്ന് പറയുമ്പോൾ ആരാധനയല്ലല്ലോ അത് സഭ കാലാകാലങ്ങളിലായി എത്രയോ വിശുദ്ധരാണ് ഈശോയുടെ ക്രൂശിത രൂപം, ഈശോയുടെ തിരുഹൃദയ രൂപം, വിശുദ്ധരോടുള്ള വണക്കത്തിൻ്റെ ആഴങ്ങൾ ഇതെല്ലാം തേടി വിശുദ്ധിയുടെ പാതയിൽ മുന്നേറിയത്. അപ്പോൾ ഇതൊക്കെയാണ് സഭയുടെ പാരമ്പര്യവും സഭയുടെ ശ്രേഷ്ഠതയും സഭയുടെ ധന്യതയും. അതെല്ലാം പാപ്പ വളരെ വിശുദ്ധമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിലൂടെ അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൂടുതൽ തീഷ്ണതയോടെ സജീവത്വത്തോടുകൂടി പറഞ്ഞു തരുവാൻ നമ്മുടെ സഭയുടെ അധികാര തലകൾ, വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ അതെല്ലാം ഉണർത്തുവാൻ നമ്മുടെ പരിശുദ്ധ സിംഹാസനം നമ്മളെ ഒരുക്കുകയാണ്. ഈ തരുണത്തിൽ സമീപകാല പ്രബോധന തലങ്ങൾ അതെങ്ങനെയാണെന്ന് തിരുഹൃദയ സ്നേഹത്തിൻ്റെ ആ തിരുഹൃദയ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കി കാണുമ്പോൾ എങ്ങനെയാണെന്ന് പ്രിയപ്പെട്ട അച്ഛന് എന്താണ് ഈ സമീപകാല പ്രബോധനങ്ങൾ തലങ്ങളിലൂടെയുള്ള കാഴ്ചപ്പാടുകൾ? എങ്ങനെയാണ് ഈ തിരുഹൃദയവുമായി നമുക്ക് ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക? തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഈ 3-ാമത്തെ അധ്യായത്തിൽ ആനുകാലികമായിട്ട് നമ്മൾ നേരിടുന്ന കുറേയേറെ വെല്ലുവിളികൾ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് നേരെ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് തിരുഹൃദയത്തിന് എതിരായിട്ടുള്ള ചില ചിന്തകൾ, ഇതൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു അധ്യായമായിട്ടാണ് നമുക്ക് ഈ 3-ാമത്തെ അധ്യായത്തെ പ്രധാനമായിട്ടും കണക്കാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത് ഇന്നലെ പെട്ടെന്ന് രൂപപ്പെട്ട ഒന്നല്ല.
ഇതിന് പ്രത്യേകമായിട്ട് വിശ്വാസപരമായിട്ട് അല്ലെങ്കിൽ സഭയുടെ പഠനപരമായിട്ട് പാരമ്പര്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് വിശുദ്ധർക്ക് കിട്ടിയ അനുഭവവുമായിട്ടും വെളിപ്പെടുത്തലുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭക്തിയാണ്, അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ള ഒരു വിശുദ്ധിയുടെ പ്രാർത്ഥനയുടെ തലമാണ് ഈ തിരുഹൃദയ ഭക്തി എന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമുക്കറിയാം, തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഒരുപാട് മാർപ്പാപ്പന്മാർ ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുഹൃദയത്തെക്കുറിച്ച് നമ്മളെ ആഴമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 79ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ മുൻഗാമികളായിട്ടുള്ള പിതാക്കന്മാർ ഈ തിരുഹൃദയത്തെക്കുറിച്ച് മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ലോകം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ലയോ 13 മാർപ്പാപ്പ ഇദ്ദേഹം വിശുദ്ധ വത്സരം എന്ന് പറയുന്ന ചാക്രിക ലേഖനം എഴുതുകയും 1899 ലോകത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം തിരുഹൃദയത്തിന് അനുദിനം നമ്മൾ കുടുംബത്തിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് രാഷ്ട്രപരമായിട്ട് മറ്റു രീതിയിലൊക്കെ നമ്മൾ അനുദിനം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തി മുമ്പോട്ട് കടന്നു വരുമ്പോഴും ഇതിന് പിന്നിൽ ഒരു വേദനയുടെയും സഹനത്തിൻ്റെതുമായിട്ടുള്ള വഴികളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഈ തിരുഹൃദയ ഭക്തിയെ അതൊരു സ്വകാര്യ വെളിപ്പെടുത്തലാക്കി മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ആൾക്കാരുമൊക്കെ ഒരു കാലത്ത് സഭയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. എതിർപ്പുകളും വിമർശനങ്ങളും ചിന്തകളും ഉണ്ട് എങ്കിലും മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: തിരുഹൃദയം എന്ന് പറയുന്നത് അത് സുവിശേഷത്തിന്റെ സംക്ഷേപമായിട്ട് നമുക്കതിനെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ചാക്രിക ലേഖനത്തിൽ അഭിമന്യ പിതാവ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള ഭക്തി ആവേശപൂർവം പ്രോത്സാഹിപ്പിച്ചിരുന്ന വിശുദ്ധർക്ക് ലഭിച്ച ദർശനങ്ങൾ ദൈവവചനമായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു കാലത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. മർഗരീത്ത മറിയത്തിന് ലഭിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകളൊന്നും ഒരു കാരണവശാലും അത് ദൈവവചനമായിട്ട് കണക്ട് ചെയ്യാൻ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല എന്ന് അഭിമന്യ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ വീണ്ടും പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ്: എന്നിരുന്നാലും അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടിയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന റെവലേഷൻസ് ഇത് ആത്മീയ യാത്രയിൽ വളരാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ആത്മീയ യാത്രയിൽ എപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കണം. മർഗരീത്ത മറിയത്തിന് 12 വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതും അതിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അഭ്യസിക്കുന്ന കാര്യങ്ങളും ഒരുപാടുണ്ട് ഈ വെളിപ്പെടുത്തൽ. അതിലേറ്റവും അവസാനത്തെ വെളിപ്പെടുത്തലാണ് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ദേവാലയത്തിലേക്ക് പോയി വിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ. എന്നിട്ട് തന്നെ അതിനകത്ത് ഈ മർഗരീത്ത മറിയത്തിനോട് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഞാൻ നിറയ്ക്കും. ആദ്യ വെള്ളിയാഴ്ചയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഞാൻ എൻ്റെ സ്നേഹം നിറയ്ക്കും. ഇനി മരണസമയത്ത് അനുദപിക്കാനായിട്ട് ഞാൻ കൃപ നൽകും. മൂന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് പ്രകാരമാണ്: കൂദാശകൾ സ്വീകരിക്കാതെ ഒരു കാരണവശാലും അപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തി മരിക്കത്തില്ല. നാലാമതായിട്ട് എൻ്റെ ഹൃദയം അവർക്ക് അഭയമാകും. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കിട്ടിക്കഴിയുമ്പോഴത്തേന് അന്നത്തെ കാലഘട്ടങ്ങളിൽ കൂദാശ വേണ്ട, ദിവ്യകാരുണ്യം വേണ്ട എന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങി, കൂദാശകളിലേക്ക് പോകാൻ തുടങ്ങി, സഭയിലേക്ക് കടക്കാൻ തുടങ്ങി. ഇതാണ് ഈ മാർപ്പാപ്പ ഇതിനകത്ത് പറഞ്ഞിരുന്നത്. അടയാളം ഇതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിപരമായിട്ട് കിട്ടിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ അത് ഈശോയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനായിട്ട് ഉപകാരമായി തീരുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നാണ് അഭിമന്യ പിതാവ് നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവ നികാരണത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസം വേണ്ട, മതം വേണ്ട എന്ന് പറയുന്ന ഒരു സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ ശൈലിയിലുമൊക്കെ നമ്മുടെ യുവജനങ്ങളിൽ പലരും പോലും വേണ്ട, ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വരാറുണ്ട്. ഇന്ന് പലരും പള്ളിയിൽ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം മാത്രം വന്നുകയും എന്നാൽ 12ാം ക്ലാസ് വരെ ഏറ്റവും ആദ്യത്തെ വർഷം വേദപാഠം പഠിക്കുമ്പോൾ 1ാമത്തെ നിരയിലാണ് നിൽക്കുന്നത്, 2ാമത്തെ ക്ലാസ്സിൽ 2ാമത്തെ നിര, 3ാമത്തെ ക്ലാസ്സിൽ 3, 12 വരെ വേദാന്തം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവൻ ദേവാലയത്തിന് വെളിയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്. കാരണം ഇത്രയും വർഷക്കാലം ദേവാലയത്തിൽ വേദപാഠം പഠിച്ച് ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞിട്ടും ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ
ഇന്ന് മറ്റ് സാഹചര്യങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും മറ്റ് സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ യുവജനങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: ഇത്തരത്തിലുള്ളൊരു തിന്മ ഇന്ന് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ തിരുഹൃദയം പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സഭ മുഴുവൻ പുനർവിചിന്തനം ചെയ്യണം എന്നാണ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹം, ഈ തിരുഹൃദയത്തിന്റെ സ്നേഹം പുനർവിചിന്തനം ചെയ്തിട്ട് ഈ തിരുസഭയിലൂടെ വീണ്ടും എല്ലാവരെയും ഒന്നിപ്പിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ ഒരു അധ്യായത്തിൽ അഭിമന്യ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ തകർന്ന് വീഴുന്നത്. കൊച്ചു ത്രേസ്യയുടെ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം സ്നേഹമാകുന്നു എന്നത് കൊച്ചു ത്രേസ്യ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ കണ്ടെത്തിയിരുന്നു. നമുക്കും ഇത് കണ്ടെത്താൻ സാധിക്കണം. എൻ്റെ ദൈവം സ്നേഹമാണ്, സ്നേഹം തന്നെയായ എൻ്റെ തമ്പുരാൻ എൻ്റെ ഹൃദയത്തിലുള്ളപ്പം വേറെ ആര് എന്നാ എതിര് പറഞ്ഞാലും ഏതൊക്കെ സിദ്ധാന്തങ്ങൾ പറഞ്ഞാലും ആ സ്നേഹത്തെ വിട്ട് ഞാൻ പോകത്തില്ല എന്നൊരു വലിയൊരു ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടാണ് മാർപ്പാപ്പ ഈ ഒരു ചാക്രിക ലേഖനത്തിൽ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മളെ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രിയരെ, വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സഗൗരവം ധ്യാനിക്കേണ്ട ഒരു ചിന്തയാണ് ബഹുമാനപ്പെട്ട അച്ഛനോട് നമുക്ക് ലഭ്യമായത്. കാരണം പഴയ കാലങ്ങളിൽ ആ തിരുഹൃദയ ജപമാല കുടുംബങ്ങളിൽ വളരെ ശക്തമായി തന്നെ വേരോടിയിരുന്നു. അന്ന് എല്ലാവരും ശരിക്ക് ആ പ്രാർത്ഥന വഴി കൗദാശികതയിലെ ആഴങ്ങളിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക്, കുംഭസാരത്തിൻ്റെ ആ സ്പന്ദനം തേടി, അതുപോലെ തന്നെ സഭയോട് കൂറുള്ളവരായി, സഭയെ സ്നേഹിക്കുന്നവരായി മാറാൻ തക്കവിധം ഈ തിരുഹൃദയ ജപമാലയും മറ്റ് പുണ്യ ഭക്തി വഴിത്താരകളും നമ്മളെ നയിച്ചു. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന ഏറ്റുചൊല്ലി കുടുംബാംഗങ്ങൾ മുഴുവൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു. മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ, അവിടെ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശുദ്ധീകരണത്തിൻ്റെ നിറവുണ്ടായി. മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ, മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയരെ, ഈശോയുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെയൊക്കെ ആഴം പരിശുദ്ധാത്മ നിവേശിതമായി നമ്മുടെ പൂർവികർ കുറിച്ചു വെച്ചപ്പോൾ, അതിൻ്റെ സഭാപിതാക്കന്മാർ അതൊക്കെ പകർന്നു നൽകിയപ്പോൾ അതിൻ്റെ ആഴങ്ങൾ എത്രയോ വലുതാണ്. മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. സത്യത്തിൽ ഈ തിരുരക്തം ലഹരിയാകാത്തതിൻ്റെ വലിയ ശൂന്യതയല്ലേ ഇന്ന് നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും മറ്റു ലഹരി തേടി പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഓരോ സ്പന്ദനവും ആഴങ്ങളും എത്രയോ തീഷ്ണതയോടെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ആബാലവൃദ്ധ ജനങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും മുഴുവനും എത്രയോ തീഷ്ണതയോടെ ജപമാല ഈ തിരുഹൃദയ ഭക്തി ഉണർത്തേണ്ടതുണ്ട്. ഇത് പാപ്പ നമ്മളെ ഈ അധ്യായത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവം കാണുന്നുണ്ട്. ഈ 3-ാം അധ്യായത്തിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്ത് പറയുന്നുണ്ട്, ഇത് വെറും ഒരു കാഴ്ചപ്പാടല്ല. ഈ തിരുഹൃദയ ഭക്തി എന്നുള്ളത് അത് തൃത്വൈക പൂർണ്ണതയിലേക്കുള്ള വഴിത്താരയാണെന്ന്. അത് വലിയ ദിവ്യ രഹസ്യം ഉൾക്കൊള്ളുന്നു. അതായത് ഇതിൻ്റെ 70-ാം ഖണ്ഡികയിൽ ഈ പാപ്പ ഓർമ്മിക്കുകയാണ്, കർത്താവിനെ കുറിച്ച് നേരിട്ട് ധ്യാനിക്കുന്നു എന്നതിനാലും അത് നമ്മെ അവനുമായുള്ള ഐക്യത്തിലേക്ക് നയിക്കുന്നതിനാലും യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി വ്യക്തമായും അതിൻ്റെ സ്വഭാവത്തിൽ ക്രിസ്തു വിജ്ഞാനീയപരമാണ്. എത്രയോ അടുക്കൻ ചിട്ടയോട് കൂടിയാണ് നമ്മൾ ആ ദർശനം നമ്മൾ പോകുന്നത്. ഇത് ക്രിസ്തു വിജ്ഞാനീയപരമാണ്, അത് ഈശോയിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് വളരെ മനോഹരമായി പാപ്പ നമ്മളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്നറിയാമോ? ഈ ക്രിസ്തു വിജ്ഞാനിയും എന്ന് പറയുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, ഞാനാണ് വഴി. എവിടേക്ക്? പിതാവിലേക്കുള്ള വഴി. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മൾ ചെന്നെത്തപ്പെടുമ്പോൾ അറിയാതെ ഈശോ നമ്മളെ പിതാവിലേക്ക് നയിക്കുന്നു. എന്നിട്ട് വീണ്ടും പാപ്പ പറയുകയാണ്, ആ പിതാവും പുത്രനും അങ്ങനെയുള്ള ആ സ്നേഹത്തിൽ നിറവിലേക്ക് ആ ഈശോയുടെ തിരുഹൃദയത്തിലെ ഉജ്ജ്വലനം, അതായത് ഒരു തീജ്വാല നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിലെ തീജ്വാല
അത് പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനമാണെന്ന് പാപ്പ പഠിപ്പിക്കുമ്പോൾ അത് എത്രയോ എത്രയോ ചിന്തിക്കുന്ന അതീതമായുള്ള മനോഹാരിതയും സന്തോഷവും ആനന്ദവും നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തുകയാണ്. ചുരുക്കത്തിൽ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ആഴം പരിശുദ്ധ തൃത്വ സ്നേഹ പൂർണ്ണതയിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ നിറയ്ക്കുകയാണ്. തിരുഹൃദയ ജപമാല അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തിയിൽ ഉജ്ജ്വലിക്കുന്നവർ, അവർ ഓരോ ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദിനമായി കൊണ്ടാടുവാനുള്ള മർഗരീത്തയിലൂടെ ഈശോ നൽകിയ ആ സ്നേഹ വെളിപാടും അതിനെ അനുവർത്തിച്ചു പോയി നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആ തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെട്ടതും അതൊക്കെ അവരെ നയിച്ചതും വളർത്തിയതും നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, നമ്മുടെ മുതിർന്നവർക്ക്, അല്ലെ ബാലകൗമാര യൗവനങ്ങൾക്കൊക്കെ വിശുദ്ധിയുടെ നിറവ് നൽകിയിരുന്നു. അവിടെ ആഴമായ മറ്ററിവുകളൊന്നുമില്ല, ധ്യാനങ്ങളില്ല, കൺവെൻഷനുകളില്ല, നിത്യാരാധന ചാപ്പലുകളില്ല, കൗൺസിലിങ്ങുകളില്ല. എന്നാൽ നമ്മുടെയൊക്കെ പൂർവികര് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ, നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ, അന്ന് കുഞ്ഞു ഹൃദയങ്ങൾ നിറഞ്ഞു ഈശോ നല്ലവനാണെന്ന്. പ്രിയരെ, നിസ്സാരമല്ല ഇതിൻ്റെ ജ്വലനം. ഈ തിരുഹൃദയ ജപമാല, ഈ തിരുഹൃദയ ഭക്തി, ആ ഈശോയുടെ തിരുഹൃദയത്തിൽ ഉജ്ജ്വലിക്കുന്ന തീജ്വാല, അതിലെ തിരുമുറിവ്, അതിലെ തിരുമുൾമുടി, ഇതിനൊക്കെ വലിയ ആഴമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ മുഴുവൻ വിശുദ്ധിയുടെ പരിപൂർണതയിൽ എത്തിക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. അതിൻ്റെ സ്പന്ദനമാണ് പാപ്പ അതിമനോഹരമായി ഈ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു തരുന്നത്. ആയതിനാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഒരു പക്ഷേ ഇതൊരു പഴയ പ്രാർത്ഥനയെന്ന് തോന്നിയാലും അതിൻ്റെ ഓരോ പ്രാർത്ഥനയും ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആ സമുന്നയം, തൃത്വൈക കൂട്ടായ്മയുടെ സമുന്നയം നമ്മുടെ ഹൃദയങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഇടവകയ്ക്ക്, രൂപതയ്ക്ക്, ദേശത്തിന്, കേരള സഭയ്ക്ക്, ഭാരതസഭയ്ക്ക്, തിരുസഭയ്ക്ക് എല്ലാം വലിയ സ്വർഗീയ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ഭക്തിയുടെ തീജ്വാല ഉണർത്തുന്നതായി നമ്മൾ അനുഭവിക്കും. അതിൻ്റെ പൂർണ്ണതയിലേക്കാണ് ഈ പരിശുദ്ധാത്മ നിവേശിതമായി പാപ്പ നമ്മളെ കൊണ്ടുപോകുന്നത്. അച്ഛനത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതേ, വിശുദ്ധ മാർഗ്രറ്റ് മേരിക്ക് ഈശോ 12 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിലൊന്നായിരുന്നു ഈ ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം വണങ്ങുന്നവരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നുള്ളത്. നമ്മുടെ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം നമ്മൾ കാണാറുണ്ട്. എത്ര സ്നേഹത്തോടെയാണ് എല്ലാവരും ഈ രൂപത്തെ വണങ്ങുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ. അത് തലമുറകളായി നമുക്ക് കൈമാറ്റപ്പെടുന്ന ഒരു പാരമ്പര്യം പോലെ നമ്മൾ തുടരുകയാണത്. അതുപോലെ തന്നെയാണ് എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുക എന്നുള്ളതുമൊക്കെ. അതൊക്കെ നമുക്ക് ഒരിക്കലും കൈവിട്ട് കളയാൻ പറ്റാത്ത, അതായത് ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കാനുള്ള മാർഗങ്ങളായി അതൊക്കെ ഇപ്പൊ ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത് വലിയൊരു പാഠപുസ്തകമാണ്. നമ്മൾ എന്തുമാത്രം പഠിച്ചാലും വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുത്തൻ അറിവുകൾ നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു വലിയൊരു പാഠപുസ്തകമാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത്. ബിജുചേട്ടൻ വളരെ മനോഹരമായിട്ട് ത്രിത്വൈക ദൈവവുമായിട്ടുള്ള വലിയൊരു ബന്ധത്തെക്കുറിച്ചും തിരുഹൃദയത്തിന്റെ കാഴ്ചപ്പാടിലൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും നമ്മൾ സ്വന്തമാക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ, ഈ വാസ്തവത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും അവരിലേക്ക് കൊണ്ടുവന്ന് പിതാവായ ദൈവത്തെ ആബ, അപ്പ എന്ന് വിളിക്കാനായിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. കർത്താവിനെ, യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയാനായിട്ടുള്ള ഒരു ധീരത ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട്. വാസ്തവത്തിൽ ഈ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുജലത്തെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ തിരുജലം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലും. അപ്പൊ ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ വിശുദ്ധീകരിക്കുന്ന, ഒരു വലിയ അനുഭവങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ എന്തിൻ്റെയും ഉത്തരം നൽകുന്ന, എന്തിൻ്റെയും ആശ്രയമായിട്ട് മാറ്റാവുന്ന വലിയൊരു പാഠപുസ്തകമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ തൃത്വത്തിൻ്റെ ഊഷ്മളമായ ആ ഐക്യസ്നേഹത്തിലേക്ക് തിരുഹൃദയ ഭക്തി നമ്മളെ നയിക്കുകയാണ്. ആ തിരുഹൃദയത്തെ നമ്മൾ പുലുകുമ്പോൾ, അതിൽ ആശ്രയിക്കുമ്പോൾ, ആ വക്ഷസിലേക്ക് ചായുമ്പോൾ ആ തൃത്വസ്നേഹം നമ്മളെ ഗാഠം പുലുകും. അതുകൊണ്ട് എല്ലാം മറന്ന് ആ തിരുഹൃദയനാഥൻ്റെ അരികിൽ അണയുവാൻ, ആ തിരുഹൃദയ സ്നേഹത്തിൽ ലയിക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യകാരുണ്യനാഥന്റെ അരികിൽ, എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ
തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു. എല്ലാം മറന്ന് ആ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ആ തിരുഹൃദയ സ്നേഹം നമ്മളെ ചേർന്ന് പുലുകട്ടെ. അടുത്ത എപ്പിസോഡിന് വേണ്ടി ഹൃദയമൊരുക്കുമ്പോൾ നമ്മുടെ ഹൃദയവും അധരവും മന്ത്രിക്കട്ടെ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ.